പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് തിരിയുന്നതിൻ്റെ പ്രായോഗിക വശങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങളുടെ സാരാംശം. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാകുന്നു. അയാളിലെ ബാഹ്യമനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഇതാണ് പരിഹാര ജീവിതം. വിനീതരിൽ വിനീത, അനുതാപികൾക്ക് അനുതാപ, ദരിദ്രരിൽ ദരിദ്ര, ക്ഷമയുടെ കേദാരം, സമാധാന സ്ഥാപക, ഏവർക്കും സ്നേഹവിഷയം, ദയാവാരിധി, ഇതെല്ലാമായിരുന്നു നമ്മുടെ അമ്മയായ വിശുദ്ധ ക്ലാര. ഈ വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കാൻ ഒരുങ്ങുന്ന നമുക്ക് വിശുദ്ധ ക്ലാരയുടെ പരിഹാര ജീവിതത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഷേബികുല താരമായ ക്ലാര അസീസിയിലെ പ്രഭുകുമാരിയായിരുന്നു. അവളെ പ്രവർത്തിച്ചിരുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിനു വേണ്ടി അവളെ തിരഞ്ഞെടുത്തു. അവളുടെ സ്വഭാവ വിശുദ്ധി നഗരവാസികളുടെ സംസാര വിഷയമായി. തൻ്റെ അമ്മയായ ഓർത്തലാനായുടെ ശിക്ഷണത്തിൽ ദാനധർമ്മത്തിലും പ്രാർത്ഥനയിലും പ്രായശ്ചിത്തത്തിലും അവൾ മുൻപന്തിയിലായിരുന്നു. കല്ലുകൾ ഉപയോഗിച്ച് സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ എണ്ണം പിടിച്ചിരുന്നതായും ബാഹ്യലോകത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ തൻ്റെ വസ്ത്രങ്ങൾക്കുള്ളിൽ റോമച്ചട്ട ഉപയോഗിച്ച് പ്രായശ്ചിത്തം ചെയ്തിരുന്നതായും അവളുടെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. സുവിശേഷാത്മക ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ നയിക്കാൻ കച്ചകെട്ടിറങ്ങിയ ക്ലാര അനശ്വരമായവയ്ക്ക് വേണ്ടി നശ്വരമായതിനെ ഉപേക്ഷിച്ചു. സ്വർഗീയ നന്മകൾക്കു വേണ്ടി ഭൗമിക നന്മകളെ കൈവെടിഞ്ഞു. ആ പ്രഭുകുമാരി തൻ്റെ പ്രാണപ്രിയന് വേണ്ടി സകലതും പരിത്യജിച്ചു. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന ദിവ്യനാഥൻ്റെ വചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ക്ലാര നിറവേറ്റി. സ്വയം പരിത്യജിക്കലിൻ്റെ ആനന്ദം അതിൻ്റെ തികവിൽ അവൾ അനുഭവിച്ചു. ലോകദൃഷ്ടിയ മഹത്തായ ത്യാഗമാണ് അവൾ അനുഷ്ഠിച്ചത്. താൻ ശീലിച്ചു പോന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നെല്ലാം തികച്ചും വൈരുദ്ധ്യാത്മകമായ ഒരു ജീവിതശൈലിയിലേക്കുള്ള എടുത്തുചാട്ടമായിരുന്നു അത്. നശ്വരമായ ലോകത്തിൻ്റെ മായാവലയങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്ന ആധുനിക ലോകത്തിൻ്റെ മുൻപിൽ ക്ലാരയുടെ ജീവിതം ഒരു വെല്ലുവിളിയാണ്. ലോകത്തിൻ്റെ സുഖങ്ങളും പ്രതാപങ്ങളും കൈവെടിഞ്ഞ് ദാരിദ്ര്യത്തിൽ കർത്താവിനെ ശുശ്രൂഷിക്കുകയും ആവൃത്തിക്കുള്ളിൽ ഒതുങ്ങുകയും ചെയ്ത ആ ജീവിതം പരിഹാര ചൈതന്യത്താൽ പൂരിതമായിരുന്നു. യേശുവിൻ്റെ സമ്പത്തുകൊണ്ട് തന്നെ തന്നെ നിറയ്ക്കുവാൻ, സ്നേഹത്തിൻ്റെ പ്രഭയായി മാറ്റുവാൻ, ദാരിദ്ര്യത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും തപചര്യയുടെയും ജീവിതമാണ് വിശുദ്ധ ക്ലാര കണ്ടെത്തിയത്. പരിഹാര ജീവിതത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ക്ലാര വ്രതബദ്ധമായ ജീവിതത്തിനു പുറമെ ഉപവാസവും ജാഗരണവും മറ്റു തപശ്ചര്യകളും വഴി സ്വശരീരത്തെ കഠിനമായി പീഡിപ്പിച്ചിരുന്നു. അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് അല്പാഹാരം മാത്രം കഴിച്ച് വർഷങ്ങളോളം തപസ് അനുഷ്ഠിച്ചതും എല്ലാ ദിവസവും രാവും പകലും പ്രാർത്ഥനയ്ക്കായി ചെലവഴിച്ചതും അലസതയുടെ സുഖം ആസ്വദിക്കാതെ അധ്വാനത്തിന് നിർവൃതി നുകരാൻ ആഗ്രഹിച്ചതും സഹോദരികൾ നിദ്രയിലായിരിക്കുമ്പോൾ മഠാധിപിയായ വിശുദ്ധ ക്ലാര സഖ്രാരിയുടെ മുൻപിൽ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചതുമെല്ലാം മനുഷ്യമക്കളുടെ ഹൃദയപരിവർത്തനത്തിനായി നിത്യപിതാവിന് സ്വയം സമർപ്പിക്കുന്ന മഹനീയ നിമിഷങ്ങളായിരുന്നു അത്. ക്ലേശങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം അമൂല്യമായ അനുഗ്രഹമായിട്ടാണ് വിശുദ്ധ ക്ലാര കരുതിയത്. അതെ, വിശുദ്ധ ക്ലാരയിൽ ജനങ്ങൾ ദർശിച്ചത് ഉഗ്രമായ തപവൃത്തിയുടെയും ഉജ്ജ്വല സ്നേഹത്തിൻ്റെയും രക്തസാക്ഷിണിയായിട്ടാണ്. ഈ വിശുദ്ധയുടെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധിയിലേക്ക് നമുക്ക് കൂടുതൽ വളരാം. എൻ്റെ പ്രിയ സഹോദരിമാരെ,
അഹങ്കാരം, ആത്മപ്രശംസ, അസൂയ, ദ്രവ്യാഗ്രഹം എന്നിവയ്ക്ക് ഒരിക്കലും അടിപ്പെടരുത്. ഹൃദയ നൈർമല്യത്തോടെ പ്രാർത്ഥിക്കുവാനും രോഗങ്ങളിലും ഞെരുക്കങ്ങളിലും ക്ഷമയും വിനയവും പാലിക്കുവാനും നമ്മെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കുവാനും പരിശ്രമിക്കണം. നീതിയെക്കുറിച്ച് പേടി അനുഭവിക്കുന്നവൻ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാകുന്നു. പരിഹാര ജീവിതത്തിനായി ക്ഷണിച്ച നമ്മുടെ ജീവിതത്തെ പരിത്യാഗത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും അരൂപിയാൽ പ്രേരിതരായി നമ്മുടെയും മറ്റുള്ളവരുടെയും ആത്മവിശുദ്ധീകരണത്തിനായി നമുക്ക് യത്നിക്കാം. ഭൗതിക സുഖങ്ങളാലും വ്യഗ്രതകളാലും വലയം ചെയ്യപ്പെടുന്ന നമുക്ക് ക്രൂശിതനായ ഈശോയിലേക്ക് ദൃഷ്ടികൾ ഉയർത്തുവാൻ അനുതാപത്തിൻ്റെ കൃപാവരം തരണമേ എന്ന പ്രാർത്ഥനയോടെ തിരുനാൾ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു.